നമസ്കാരം ചേട്ടാ. എൻ്റെ പേര് വിൻസെൻ്റാണ്. ഞാൻ ഇവിടെ ഉള്ള ആളാണ്. ഇവിടെ മത്സ്യം പിടിച്ച് ഉപജീവനം കഴിയുന്നു. പിന്നെ പോരാത്തതുകൊണ്ട് രൂപോദയമായിട്ട് പൊതുപ്രവർത്തനങ്ങൾ നിൽക്കുന്നു. എൻ്റെ പേര് ലോറൻസ് കസ്റ്റഡിമ. ഞാൻ വിഴിഞ്ഞത്തുകാരനാണ്. മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. പിന്നെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു. KLCയുടെ ഭാരവാഹിയാണ്. എൻ്റെ പേര് സ്റ്റീഫൻസൺ. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ KLC മുമ്പറും കൂടിയാണ്. വിഴിഞ്ഞ യൂണിറ്റിൻ്റെ. എങ്ങനെ പോകുന്നു നിങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം? ഏകദേശം ആ ഒരു വിഴിഞ്ഞ സമരത്തൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ എങ്ങനെ പോകുന്നു ജീവിതം? ഈ ഒരു കുറേ ദിവസം പണി നിർത്തിവെച്ചപ്പോൾ ശരിക്കും മീനൊക്കെ ഉണ്ടായിരുന്നു. തുറമുഖത്തിൻ്റെ പണി നിർത്തി ശരിക്കും മീനുണ്ടായിരുന്നു. അന്ന് നല്ല ചാകരയൊക്കെ ആയിരുന്നു. ശരിക്ക് പറയുന്നത് ആ ഒരു ആ ഒരു സീസണിൽ തന്നെ നല്ല ഉഗ്രം കേച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമുള്ള ഈ 2 വർഷവും വളരെ ബുദ്ധിമുട്ടിലാണ്. ഞാൻ ഇന്ന് പണിക്ക് പോയിട്ട് എനിക്ക് ആകെ കിട്ടിയത് കരയ്ക്കുള്ള മീൻ മാത്രമാണ്. എന്നാൽ ഞങ്ങൾക്ക് പോയ ഇന്ധനത്തിൻ്റെ നഷ്ടമുണ്ട്. കാരണം ഈ ജനുവരി കഴിഞ്ഞ് ഇതുവരെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ചിലവ് കഴിയാണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആകെ എങ്ങനെ ടോട്ടൽ ചെയ്ത് നോക്കിയാലും ഏറിയ ഈ 4 മാസം കിട്ടിയ ഒരു 5000 രൂപയുടെ അകത്തായിരിക്കും. ഈ 4 മാസത്തെ വർക്ക്. സാധാരണ നമുക്ക് കിട്ടിയ കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷേ എന്നാൽ നമ്മുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഞങ്ങളുടെ ആളുകൾ തന്നെ പരസ്പരം പറയുന്നത് നമുക്ക് വേറെ എന്ത് തൊഴിൽ ചെയ്യാൻ പറ്റും, ഇതല്ലാതെ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ച പോലെ ഇന്നത്തെ അവസ്ഥ നമുക്ക് നന്നായിട്ടറിയാം. ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക ചെറുപ്പക്കാരും തൊഴിലില്ലാതെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ സർക്കാർ പുതിയ തൊഴിൽ സംരംഭം ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ നല്ല വിദ്യാസമ്പന്ന ആളുകളും വെറുതെ നിൽക്കുമ്പോൾ നമുക്കെവിടെ തൊഴിൽ കിട്ടും? ആ അവസ്ഥയിലാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടാണ്. എല്ലാവരും കൊട്ടിഘോഷിക്കുന്നത് വിഴിഞ്ഞ ഹാർബർ വന്നാൽ നമ്മൾ വലിയ ഇതാണ്. ഈ ഹാർബർ വന്നാൽ മത്സ്യത്തൊഴിലാളി ഞങ്ങൾക്ക് എന്തൊരു നേട്ടം? അവിടെ ഉള്ള ഒരു ടെക്നീഷ്യന്മാർ ഏറിയ 10, 30, 40 പേർക്ക് അതിനുള്ളിൽ പണി കിട്ടും. പിന്നെ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് തൊഴിലവസരം ഉണ്ടാകുന്നത്. എന്താ കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്? ഏത് ആളുകൾക്കാണ് തൊഴിലുണ്ടാകുന്നത്? പിന്നെ ഇത് സർക്കാർ പറഞ്ഞ് ഇന്ത്യ ഒട്ടാക്കുള്ള ജനത്തിന് തൊഴിൽ കൊടുക്കും, 2 ലക്ഷം 3 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങളുടെ തൊഴിൽ സർക്കാർ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് അവരെ ട്രെയിൻ ചെയ്ത് അവർക്ക് പിന്നെ ഇവിടെ എന്ത് സാധ്യതയാണുള്ളത് അതിന് അർഹമായി അവരെ പ്രാപ്തരാക്കുമെന്ന്. ഇന്നിതുവരെ ഞങ്ങളുടെ ആളുകളെ ഒരാളെപ്പോലും അങ്ങനെ ഒരു ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞങ്ങളോട് പറയുന്നുണ്ട് ഈ കോഴ്സുണ്ട്, ആ കോഴ്സുണ്ട് എന്നാൽ ഞങ്ങളെ ഫീ കൊടുത്ത് പഠിക്കണം. ഈ കോഴ്സ് ഇവർ പറയുന്ന ഈ കോഴ്സ് പുറത്തു പഠിച്ചാൽ ഇത്ര ഫീ കൊടുക്കണ്ട. എന്നാൽ അവർ പറഞ്ഞ് നിങ്ങൾ കുറച്ച് പൈസ ഞങ്ങൾ തരുന്നു, ബാക്കി നിങ്ങൾ ഇട്ടാൽ മതി. അതെല്ലാം ഒരു തട്ടിപ്പാണ്. ശരിക്ക് സാധ്യതയുള്ള കോഴ്സുകളല്ല. എന്നിട്ട് ഞങ്ങൾക്ക് തൊഴിൽ കിട്ടുപോയില്ല. അപ്പോഴും പറയണത് ആളുകളെ വിളിച്ച് അതിന് സെലക്ട് ചെയ്തെടുക്കും. പിന്നെ അതെവിടെ പോകുന്നു? അപ്പോൾ എന്തു പറഞ്ഞാലും എല്ലാം കൊണ്ടും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ഞങ്ങൾക്കാണ്, പ്രദേശവാസികളായ ഞങ്ങൾക്ക്. കാരണം ഇവർ പോയത് അവറ്റയുടെ ആൾക്കാരാണ് ഞങ്ങൾ. ഈ അവറ്റയുടെ പ്രദേശത്തേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ ഞങ്ങളും പറയുന്നത് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ കട്ടമരം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുമായിട്ടൊരു ധാരണ ഉണ്ടാക്കി പറഞ്ഞത് എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും പൈസ ഉടനെ കട്ടമരത്തിൻ്റെ പൈസ കൊടുക്കും. അതും സർക്കാർ ചെയ്തു, കുറച്ച് ഭാഗികമായി ചെയ്തു, പൂർണ്ണമായി ചെയ്തില്ല. അപ്പോൾ സർക്കാർ ചെയ്തെന്ന് വരുത്താൻ വേണ്ടി ഭാഗികമായി ചെയ്തു. മണ്ണെണ്ണയുടെ വിഷയത്തിലും സർക്കാർ ചെയ്തു, പൂർണ്ണമായി ചെയ്തില്ല, ഭാഗികമായി ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഭാഗികമായി മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ സർക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ് ഈ ഇലക്ഷന് ഞങ്ങളുടെ രൂപതയുടെ നടത്തിപ്പ് തന്നെ അവതാളത്തിലാണ്. കാരണം രൂപതയുടെ ഫണ്ടെന്ന് പറയണത് വാർദ്ധക്യ അച്ഛന്മാരുടെ ചികിത്സ, അവരുടെ ഫുഡ്, അവരുടെ കാര്യങ്ങൾ നോക്കാനെടുക്കാനും സെമിനാരീസ് കുട്ടികളെ പഠിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഫണ്ടുകൾ ഒരു രൂപ പോലും ഇന്ന് രൂപതയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം അത് കേന്ദ്ര സർക്കാർ ഇന്ന് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി ഞങ്ങളൊക്കെ 1 രൂപ 2 രൂപ ഈ ഇല്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ 1 രൂപ 2 രൂപ ഇട്ട് അതിനൊരു പരിഹാരം കാണണം. അപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മുമ്പോട്ട് വേണ്ടി എന്താണ് തടസ്സം? എല്ലാവരും പറയുന്നത് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, പൂർണ്ണ സ്വതന്ത്രമായിട്ട് മുമ്പോട്ട് പോകണം. സ്വാതന്ത്ര്യം എവിടെയാണ്? ആർക്കാണ് സ്വാതന്ത്ര്യം? ഒരു അടിച്ചമർത്തപ്പെട്ട ജനം. പണ്ട് ഗാന്ധിജി പറഞ്ഞ പോലെ ഒരുവൻ പൂർണ്ണമായിട്ട് അവൻ ആ പ്രദേശം സ്വതന്ത്രം മാത്രമേ അവൻ സ്വതന്ത്രമാകുള്ളൂ. പക്ഷേ ഞങ്ങളെ പ്രദേശങ്ങളൊന്നും സ്വതന്ത്രമല്ല. ഞങ്ങളിന്നും ആരുടെയൊക്കെ അടിമയായി മാറിയിരിക്കുകയാണ്. ഈ വിഴിഞ്ഞം സമരത്തിന് ശേഷം അതിന് മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് അനുഭവിച്ചേക്കാളും വളരെ മോശം അവസ്ഥയിലൂടെയാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് ഉണ്ടായിരുന്ന അവസ്ഥയിലല്ല ഇന്ന് മണ്ണെണ്ണയുടെ വില പോലും. കാരണം ഒരു ബോട്ട് ഇവിടെ നിന്നും കടലിലോട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഏകദേശം 4000-5000 രൂപയാണ് മണ്ണെണ്ണയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ചിലവാക്കുന്നത്. കാരണം ഇന്നത്തെ
കടലിൻ്റെ അവസ്ഥ. കാരണം നമ്മുടെ കരഭാഗത്ത്, അതായത് വിഴിഞ്ഞം, ചിലപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വിഴിഞ്ഞം ഇത് മത്സ്യസമ്പത്ത് കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അതായത് നമ്മുടെ ചിപ്പിയും മറ്റ് പാര് ഐറ്റവും എല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇന്ന് കല്ലിട്ട് നികത്തിയത് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നഷ്ടമായത് ഞങ്ങളുടെ ഉപജീവനമാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരുപാട്, ഞങ്ങളുടെ ഫാമിലി ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നു. കാരണം ഞങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് അയക്കാൻ തന്നെ ഞങ്ങൾക്ക് നിത്യം ജോലിക്ക് പോയി കിട്ടുന്ന കാശ് കൊണ്ടാണ്. ആ കാശ് ഞങ്ങൾക്ക് കിട്ടാതാകുന്നുണ്ട്. കൂടാതെ ഈ വിഴിഞ്ഞം പദ്ധതി വരുമ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി ഞങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു, 40% തൊഴിലുറപ്പ്, പ്രദേശവാസികൾക്ക് 40% തൊഴിൽ തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് ഞങ്ങളുടെ 40% പോയിട്ട് 2% പോലും ഈ ഞങ്ങളുടെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ 90% മത്സ്യത്തൊഴിലാളികളാണ്. 10% മാത്രമാണ് കരയും അല്ലെങ്കിൽ ഗൾഫുമായിട്ട് ജീവിച്ചു പോകുന്നത്. ഈ 90% ഉള്ളവർക്ക് ഒരു 10% ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കി ഏകദേശം 70% കൂടുതൽ ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? മത്സ്യസമ്പത്ത് ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. മത്സ്യസമ്പത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. ഇപ്പോൾ വർഷത്തിൽ 3 മാസം കിട്ടുന്ന, മൺസൂൺ കാലത്ത് കിട്ടുന്ന ആ ഒരു മത്സ്യം കൊണ്ട് മാത്രം നമുക്ക് ജീവിച്ചു പോകുന്ന അവസ്ഥയിലല്ല. അപ്പോൾ ഈ സമരം വന്നതുകൊണ്ട് ഈ ഞങ്ങളുടെ മുക്കോ സമുദായത്തെ ഒരുപാട് അടിച്ചമർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ KLCയുടെ ഫണ്ടും നമ്മുടെ രൂപതയുടെ ഫണ്ടും നമ്മുടെ സർക്കാരുകൾ ഫ്രോസ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രീസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക്, അതായത് സാധാരണ പാപങ്ങൾക്ക് വർഷത്തിലോ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ഇടവകയിൽ നിന്ന് തന്നെ ചില രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു സഹായം പോലും ഇന്ന് കിട്ടുന്നില്ല. കാരണം മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്ന സമയങ്ങളിൽ ഞങ്ങളെ ഏതെങ്കിലും രീതിയിൽ പള്ളികളിൽ നിന്നാണ് സഹായിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് നമ്മുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് ആ ഒരു സഹായവും കിട്ടുന്നില്ല. മത്സ്യസമ്പത്തില്ല, ഇപ്പോൾ പള്ളിയിൽ നിന്നുള്ളൊരു സഹായമില്ല, സർക്കാർ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ നിന്നും പുറത്തു പോകണമെങ്കിൽ പോലും PCCക്ക് പോലും ഭയങ്കരമായ ദുരിതമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലും തരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്? ഈ സമരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഈ ഇടവകയിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള വ്യക്തികൾ വളരെ ദുരിതത്തിലാണ്. ഈ ഒരു എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ? എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇത് തന്നെയാണ്, മത്സ്യസമ്പത്ത് കുറവാണ്. കുറവ് കാരണം ഞങ്ങൾ 5 നോട്ടിക്കൽ പോകുന്നിടത്ത് ഇപ്പം പോകുന്നത് 20 നോട്ടിക്കലാണ്. ഈ 5 നോട്ടിക്കൽ പോകുമ്പോഴത്തേന് ഞങ്ങൾക്ക് ചിലവാകുന്നത് 1000, 1200, 1500 രൂപയാണ്. ഇത് 20 നോട്ടിക്കൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആകുന്നത് 6000, 7000 രൂപയാണ്. ഈ സമ്പത്ത് കിട്ടുകയാണെങ്കിലോ ഞങ്ങൾക്ക് 15,000 രൂപ കിട്ടിയാൽ മാത്രമേ ഈ 6000 രൂപ ചിലവ് കഴിച്ചിട്ട് ബാക്കി നമുക്ക് പണിക്ക് പോകുന്നവർക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ അതും കിട്ടാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥ ഉണ്ടാക്കി വെച്ചത് സർക്കാർ തന്നെയാണ്. വികസനം എന്ന പേരിൽ മത്സ്യത്തൊഴിലാണ് ചൂഷണം ചെയ്യണത്. ഇപ്പം ഈ ഹാർബർ മത്സ്യത്തൊഴിലുള്ള നെഞ്ചിലാണ് കൊണ്ടിരിക്കുന്നത്. ഈ ഹാർബർ കാരണമാണ് ഈ മീൻ ഇവിടെ തങ്ങുന്നില്ല. അല്ലാതെ പക്ഷം 5 നോട്ടിക്കൽ പോകുമ്പോൾ തന്നെ നമുക്ക് ധാരാളം മീനാണ് കിട്ടുന്നത്. ഇപ്പോൾ 20 നോട്ടിക്കൽ പോയാൽ പോലും നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു വിഷമമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ അവസാന മണിക്കൂറിലേക്ക് അടുത്തിരിക്കുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും ഇവിടെയുണ്ട്. കോൺഗ്രസ് ഉണ്ട്, LDF, BJP ഒക്കെയുണ്ട്. മത്സ്യത്തൊഴിലാളികളായി നിങ്ങളുടെ മനസ്സ്, ഇപ്പോൾ നിങ്ങളുടെ ആ സമരത്തിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ഇലക്ഷനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് ഈ സമയം? ആക്ച്വലി ഞങ്ങൾക്ക് ഈ 3 മുന്നണികളെയും ഒരു വിശ്വാസമില്ല, ആർക്കും വോട്ട് കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷേ വോട്ട് ചെയ്ത് പോകണം. ഇതിൻ്റെ പൗരനായതുകൊണ്ട് വോട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം. ആ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യും. അത് ഞങ്ങളുടെ വോട്ട് വിലയേറിയ വോട്ടായിരിക്കും. ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തികൾ നോക്കി ഞങ്ങൾ വോട്ട് കൊടുക്കും. ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങളെ കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? ആ സമയത്തൊക്കെ അവർ പറയുന്നത് എന്താണ് ഈ വിഷയം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ? ഞങ്ങൾ ഈ വിഷയത്തിന് അവർ പറയുന്നതിന് ഞങ്ങളോട് വേറെ മറുപടി പറയാൻ പറ്റില്ല. കാരണം ഈ സമരം നടക്കുമ്പോൾ ഈ പാർട്ടിക്കാരെല്ലാം ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിനോട് ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. അവർ പിന്നെയുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങളോട് അത് ഇത് ചെയ്യുന്നത് പറയുന്നുണ്ട്, ഞങ്ങളത് കേൾക്കുന്നുണ്ട്. ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥികളോടും ഞങ്ങൾ സംസാരിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വലിയ വിഷമത്തോട് പറയുന്നതാണ്, ഇന്ത്യ ഗവൺമെൻറ് മത്സ്യമേഖലയ്ക്കൊരു
പിന്നെ മിനിസ്ട്രി തന്നെ ഉണ്ടാക്കി. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ആ മിനിസ്ട്രി ഒരുപാട് ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കൊടുത്തു. എന്നാൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ തുച്ഛമാണ്. അവിടെ ഒരു ജില്ലയിൽ തന്നെ 500-600 യാനങ്ങൾ സബ്സിഡി ഇനത്തിൽ ലോൺ കൊടുത്തു. അത് 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഉള്ള യാനങ്ങൾ എടുക്കാനാണ്. 40%, 60% തിരിച്ചടവും 40% ഗവൺമെൻറ്റും. എന്നാൽ കേരളത്തിൽ ആകെ കൊടുത്തിട്ടുള്ളത് വെറും 332 പേർക്കാണ്. മറ്റ് ജില്ലകൾ നോക്കുമ്പോൾ അതല്ല, ഓരോ ജില്ലയ്ക്ക്, മറ്റ് സ്റ്റേറ്റുകൾ നോക്കുമ്പോൾ അങ്ങനെയല്ല, ഓരോ ജില്ലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ മത്സ്യത്തൊഴിലാളികൾ ചെയ്യുന്ന അവഗണനയാണ്. ഞങ്ങളെന്ത് പിഴച്ചു? ഒരേ പൗരന് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ തിരഞ്ഞെടുക്കേണ്ട അവർ അവകാശമാണ്. നിങ്ങൾ വോട്ട് ചെയ്തില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ ആ ഒരു നയത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ജനാധിപത്യം പുലരണമെങ്കിൽ, മതേതരം സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് മതേതരം കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളൂ. അതാണ് ഞങ്ങളുടെ സംഘടനയുടെയും അജണ്ടയും പ്രവർത്തനവും അതാണ്.